ഹലോ ഗെയ്സ്, റോണിൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറേ കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട്, അതൊരു കാറിൻ്റെ വീഡിയോ ഇട്ടിട്ട്. ഞാനിന്ന് ഇടാൻ പോകുന്ന വീഡിയോ ഒരു കാറിനെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് ഈ പേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ കാറിൻ്റെ പടം അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ കാറാണ് ഇത്. പുറകെ കിടക്കുന്ന കാർ. ഇത് ഓൾട്ടോ കേട്ടനാണ്. കാണുന്നവർക്കെല്ലാം അത് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ച കാറാണ്. അപ്പോൾ ഈ കാറിനെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഓൾട്ടോ 800 എന്ന് പറയുന്ന ഒരു കാറിൻ്റെ മോഡിഫൈഡ് വേർഷൻ എന്ന രീതിയിലാണ് മാരുതി സുസുക്കി ഈ കാർ ഇറക്കിയിരിക്കുന്നത്. ഈ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഈ കാറിനെ പറ്റിയുള്ളത്. അതുപോലെ തന്നെ പലർക്കും ഈ കാറിനെ പറ്റി വലിയ നല്ല അഭിപ്രായങ്ങളില്ല. അപ്പോൾ നമുക്ക് കാറിൻ്റെ പാർട്സ് നോക്കാം. കാറിൻ്റെ പാർട്സ് എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വലിയ കാര്യങ്ങളായിട്ടൊന്നും പറയാൻ സാധിക്കുകയില്ല. നമുക്ക് എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ ലൈറ്റുകളും അതുപോലെ തന്നെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പാർക്കിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു പാർക്കിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ്ങും സുസുക്കിയുടെ എംബ്ലവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്ലാസിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഗ്ലാസ്സിന് ഡീഫോഗർ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നുമില്ല. ചെറിയൊരു വിലയുള്ള വണ്ടി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ സംഭവമില്ലാതെ. പിന്നെ ടെമ്പററി ബോർഡാണ്, നമ്പർ പ്ലേറ്റ് വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്പോയിലറാണ്. സ്പോയിലറിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസത്തിലുള്ള ഒരു സ്പോയിലറാണ്. വണ്ടിയുടെ പുറകെ കുറച്ച് ചെളിയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ സ്പോയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ ഈ വണ്ടിയെപ്പറ്റി ബാക്കി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ പറയാനുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നോക്കാൻ പോവാം. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സാധാരണ വണ്ടികളിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളേ ഉള്ളൂ. സാധാരണ വണ്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന വണ്ടികൾ, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ വലിയ മറ്റേ പഴയ ഓൾട്ടോ 800 പോലെയല്ല കൊണ്ട് ഒരു ഗ്രില്ല് അവർ കൊടുത്തിരിക്കുന്നു. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ മുമ്പിൽ സാധാരണ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഒരു വൈപ്പർ 2 ഉണ്ട്, പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സുസുക്കിയുടെ എംബ്ലം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് ഫ്രണ്ടിൽ ആകെ പറയാനായിട്ട്. പിന്നെ നമുക്ക് ഫോഗ് ലൈറ്റ് ഇതിൻ്റെ ഒരു മോഡലിനും അവർ കൊടുത്തിട്ടില്ല. ഇത്രയും വില കുറവായതുകൊണ്ടായിരിക്കും അവരെന്തായാലും അത് മാരുതിക്കാരത് കൊടുത്തിട്ടില്ല. വണ്ടിയുടെ ഫ്രണ്ടിൽ ഇതുവരെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ചിലപ്പോൾ ഇതിലും പറയാനുണ്ടായിരിക്കും. എനിക്ക് ഇത്രയും വിവരങ്ങളെ അറിയത്തുള്ളൂ. വണ്ടിയുടെ സൈഡിനെ പറ്റി വലിയ കാര്യമായിട്ട് പറയാനില്ല. സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാ സാധാരണ വണ്ടിയിലും കാണുന്ന പോലത്തെ തന്നെ ഒരു സൈഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ, വണ്ടിയുടെ അകം നമുക്ക് സാധാരണ ഒരു വണ്ടിയെ പോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. എനിക്ക് നല്ല കംഫോർട്ടബിലിറ്റി ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. നല്ല ഉയരമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ടിലുള്ള കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ഇനി ഫ്രണ്ടിലുള്ള മറ്റുള്ള കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ചില മുതിർന്ന ആൾക്കാർക്ക് ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നടുവിന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. ഞാൻ തന്നെ ആ പരാതി കേട്ടിട്ടുള്ളതാണ് നേരിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഞാനൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പം നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് പോവാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതാണ് വണ്ടിയുടെ സ്റ്റിയറിങ്. ഈ വണ്ടിയിലുണ്ട്. ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല. സുസുക്കിയുടെ എംബ്ലം നമുക്ക് കാണാൻ സാധിക്കുന്നു. ടോപ്പ് മോഡൽ അല്ലാത്തത് കൊണ്ട് ഇതിന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവമില്ല. കോൾ ചെയ്യുമ്പോൾ വരുവാനും പാട്ട് വെക്കുമ്പോൾ കാണിക്കുവാനുള്ള ചെറിയൊരു സ്ക്രീൻ മാത്രമേ
ഇവിടെ കൊടുത്തിട്ടുള്ളൂ. താഴെ അതിൻ്റെ പാർട്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴത്തെ പാർട്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താഴെ അതിൻ്റെ പാർട്സ്, പിന്നെ എ സിയുടെ 2 വിൻഡോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വിൻഡോ, ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തൊരു വിൻഡോ. എല്ലാ വണ്ടിയിലും നമ്മൾ കാണുന്നത് തന്നെ. പിന്നെ ഇവിടെ എ സി സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ 0, 1, 2, 3, 4. ഇത് എ സി കാലിലിട്ടടിക്കുന്നതും തലക്കിട്ടടിക്കുന്നതും കാലിട്ടും തലക്കിട്ടടിക്കുന്നതും വിൻഡോയിലേക്ക് അടിക്കുന്നതൊക്കെ പരിപാടികളാണ്. മറ്റേ നമ്മളെല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെ എ സിയുടെ തണുപ്പ് നടുക്കൊരു മോഡറേറ്റ് ലെവലിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാ വണ്ടിയിലും നമ്മൾ കാണുന്ന പോലെ. ഇത് ഇറ്റിയോസ് ലിവയുടെ ഗിയർ എന്ന് പറയുമ്പോൾ ഇച്ചിരി വ്യത്യാസമുള്ളൊരു ഗിയറാണ്. പക്ഷേ ഇത് എല്ലാ വണ്ടിയിലും നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു സാധാരണ ഗിയറാണ്. ഓട്ടോ കേട്ടൻ്റെ ഗിയർ നമുക്ക് നോക്കുമ്പോൾ തന്നെ 1, 5, 3, 2, 4 റിവേഴ്സ് അങ്ങനെ ഒരു ഗിയറുകൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി വണ്ടിയുടെ ബാക്കിലിരിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ ഒരു വണ്ടികളെയൊക്കെ പോലെ തന്നെ സീറ്റുണ്ട്. പക്ഷേ സീറ്റിന് ഹെഡ് റെസ്റ്റ് നൽകിയിട്ടില്ല. ഇങ്ങനെ ചെറിയൊരു സംഭവം മാത്രമേ സീറ്റിനുള്ളൂ. പുറകിലെ ബൂട്ട് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. പിന്നെ വിൻഡോ, പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റിനും ഇതില്ല, എന്നത് ഹെഡ് റെസ്റ്റ് ഇല്ല. അത് 2 സീറ്റിനും ഹെഡ് റെസ്റ്റ് ഇല്ല. പിന്നെ നടുവിന് അധികം സപ്പോർട്ട് ഈ സീറ്റ് നൽകുന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം സുഖമായിട്ട് ലോങ് ഡ്രൈവ് ഒക്കെ നമുക്ക് ഈ സീറ്റിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ ഇത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗെയ്സ്, എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.